നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 റൂമർ അപ്ഡേറ്റ് വീഡിയോ. ഞാൻ വീണ്ടും പറയുന്നു, റൂമറാണ് കേട്ടോ. നമ്മൾ പല ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ ചെയ്യുന്നത്. ലൈവ് അപ്ഡേറ്റ്സ്, എപ്പിസോഡ് റിവ്യൂ, എക്സ്ട്രാ, കുൽസിതം, ഗോസിപ്പ്, പ്ലസ് അതിൻ്റെ കൂടെ ഇന്നലെ മുതൽ കേട്ട് തുടങ്ങിയിട്ടില്ല, ഇനി ഇവിടുത്തെ സീസണിൽ ഉണ്ടാവാൻ പോകുന്ന റൂമർ അപ്ഡേറ്റ് വീഡിയോസ്. ഇന്നലെ പറഞ്ഞ റൂമർ എന്ന് പറഞ്ഞാൽ നെവിൻ പുറത്ത് പോകുന്നു എന്നുള്ളൊരു സംഗതി കരക്കമ്പി കറങ്ങി അടിച്ചു നടന്നു. ഇന്ന് അത് ലൈവിൽ സംഭവിച്ചു. ഇപ്പോൾ അതുപോലത്തെ ഒരു റൂമർ അപ്ഡേറ്റ് വീഡിയോ ആണ്. നെവിൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ പല ഗ്രൂപ്പുകളിലും പല ഫേസ്ബുക്ക് പേജസിലും കറങ്ങി നടക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സും അതേപോലെ ചില കണക്ഷൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നെവിൻ പുറത്ത് പോയിട്ടില്ല. നെവിൻ ഇപ്പോഴും അവിടെ സീക്രട്ട് റൂമിലുണ്ട്. സീക്രട്ട് റൂം ഇൻ സെൻസ് ബിബിയുടെ റൂമിലുണ്ട്. നെവിൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നു. കാരണം ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നില്ല, ഒരു സോഫ്റ്റ് വാക്കൗട്ട് കൊടുക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ല നെവിൻ. കാരണം നെവിൻ അവിടെ ഒരു എൻ്റർടൈനർ ആയിരുന്നു ഡെഫിനറ്റ്ലി. പിന്നെ നെവിൻ പുറത്തു പോയിട്ട് ഇപ്പോൾ വാക്കൗട്ട് ചെയ്തിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സില്ലി റീസണാണ്, സ്വന്തം കാരണം അല്ലാതെ അനുമോളെ പുറത്താക്കണം. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വിഡ്ഢിയായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം സീസണിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് അതിനുള്ളിൽ വന്നിരുന്നിട്ട് എൻ്റർടൈൻ ചെയ്തിട്ട് എന്തെങ്കിലും തമാശ കോണ്ടൻറ്റ് കൊടുക്കുന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു സോഫ്റ്റ് എവിക്ഷൻ അല്ല, ഒരു സോഫ്റ്റ് വാക്കൗട്ട് ഉണ്ടാകുന്ന ഒരു പൊട്ടത്തരം കാണിച്ച് വാക്കൗട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ഈ ചങ്ങാതി തിരിച്ചു വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ആണ് നെവിൻ തിരിച്ചു വരുന്നുണ്ട്. നാളെ ലൈവിൽ നെവിൻ്റെ എൻട്രി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇതൊരു റൂമറാണ്, ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരു റൂമറാണ്, 100% കൺഫേംഡ് ഇൻഫർമേഷൻ അല്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു 50-50 ആണ്. അതായത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കണ്ടീഷനിലുള്ള ഇൻഫർമേഷനാണ്. പക്ഷേ ഇതൊരു ചർച്ചയ്ക്ക് വീണ്ടും വഴിവെക്കുകയാണ്. ഞാൻ അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇന്ന് നെവിൻ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട്, 2-3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പോയത് അനുമോളുടെ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്ന അക്ബർ, അപ്പാനി, സ്ഥിരം അനുമോൾക്ക് എഗെയിൻസ്റ്റ് കളിക്കുന്ന ടീംസ്. അപ്പുറത്ത് നെവിൻ പോകാനുണ്ടായ റീസൺ ആദില, നൂറ, ഇതാണെന്നുള്ള സംഭവം. മൂന്നാമത്തെ കേസ് അവിടെ നെവിൻ്റെ പോക്കോട് കൂടി സ്പ്ലിറ്റ് ആയിട്ടുള്ളത് ആ ഷാനവാസ്, അഭിലാഷ്, ഒനീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അവർക്കതിലും ഇടയിൽ ഇതിനെക്കുറിച്ച് സ്പ്ലിറ്റും സംസാരവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് വിഷയം, നെവിൻ തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദില, നൂറ ഇപ്പോൾ 2 കണ്ടസ്റ്റൻസ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്കുള്ള ഒരു പ്രവണത എന്താ വെച്ചാൽ അവരുടെ ഇടയിൽ എന്ത് നടക്കുന്നു, അവരെ പിരിക്കാൻ നടക്കുന്നു, ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ നെവിനോട് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷനിൽ, കാരണം നെവിനെ തിരിച്ച് കൊണ്ടുവരും, നെവിൻ തിരിച്ചു വരും എന്നുള്ളതിന് എനിക്ക് തോന്നുന്ന ഒരു സ്ട്രോങ് റീസൺ ഇതാണ് കേട്ടോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടോക്സിക് ഷോ ആണ്. അവിടെ വേണ്ടത് കോൺട്രവേഴ്സീസ് ആണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ടോപ്പിക്സ് ആണ്. അപ്പം നെവിനെ പോലൊരു വ്യക്തി പോകുന്ന സമയത്ത് ഇട്ടിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആദില, നൂറയും അവരെ ഇടയിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. ആൾക്കാർക്ക് വേണ്ടത് ഇവർ 2 പേരും കൂടി പിരിഞ്ഞ് കാണണം. ഇതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസ് പറഞ്ഞു, ഐ സ്ട്രോങ്ലി സപ്പോർട്ട് ദ ഗേൾസ്. ഈ ഒരു വിഷയം ഉണ്ടായതോടുകൂടി എനിക്ക് അവർ എക്സ്പോസ്ഡ് ആയി എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഈ ഒരു വിഷയം ഉണ്ടായതോടുകൂടി ആദിലയുടെ, നൂറ് അവർ വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. അവരുടെ ആശയം വളരെ ക്ലിയർ ആണ്, വ്യക്തമാണ്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് പേഴ്സണലി ഇട്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടായിരിക്കും, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. എന്തായാലും നെവിൻ പോകുന്ന പോക്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരി കൊളുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. ആദിലും നൂറയും 2 കണ്ടസ്റ്റൻസായി ആയി. ഇതുവരെ നൂറ അധികം സംസാരിച്ചിരുന്നില്ല, ആദിലാണ് സംസാരിച്ചിരുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാൽ അറിയില്ല, നെവിൻ്റെ ഈ പോക്ക് റിലേറ്റഡ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ ഫയറായിട്ട് സംസാരിച്ചിട്ടുള്ളത് നൂറയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നൂറ അവിടെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. നൂറ ഇനി എന്ത് കേസും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അവർ തമ്മിൽ ഒരേ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരാണ്, പ്ലസ് അവർ 2 കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇനി വരും ദിവസങ്ങളിൽ ബിബിക്ക് കൂടുതൽ ഒന്നും കൂടി കോണ്ടൻറ്റ് കിട്ടും. അപ്പോൾ ഈ നെവിൻ എന്ന് പറഞ്ഞ വ്യക്തി പോണ സമയത്ത് കൊളുത്തിട്ടുള്ള തിരിച്ചു വന്ന് വീണ്ടും കത്തണം എന്നുണ്ടെങ്കിൽ, ആ ഒരു വിഷയം ബിഗ് ബോസിൽ ചർച്ചയാവണം, കത്തണം എന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ബി ബാക്ക്. ഈ ഒരൊറ്റ സംഗതി കൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഇവൻ തിരിച്ചു വരുന്നു എന്നുള്ള റൂമറിനെ ഞാൻ കൂടുതൽ ഒരു 50-നേക്കാളും കൂടുതൽ 60% ഇവൻ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഇതുവരെ ഇവൻ പുറത്തെത്തിയ കാര്യങ്ങൾ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇവൻ തിരിച്ചു വരികയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഹി ഷുഡ് നോട്ട് ജസ്റ്റ് ഗോ. അവൻ പോകരുത്, അവൻ തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് അവൻ മിക്കവാറും കളിക്കുന്ന കളി അവൻ ഇതെന്ന് വെച്ചാൽ ഇവർ 2 പേരും പിരിക്കാൻ നടക്കുന്നുള്ള കണ്ടീഷനിലല്ല അവൻ പോയിട്ടുള്ളത്. മാത്രമല്ല പോകുന്ന പോക്കിൽ അവൻ പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഈ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് അവൻ പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ചങ്ങായി തിരിച്ചു വരുന്നതോടുകൂടി
കൂടി വീണ്ടും അവിടെ ഫ്ലെയറപ്പായി ഓപ്പൺ ആവുന്ന അവിടെ തീ കത്താൻ ചാൻസ് ഉള്ളത് ആദില നൂറ വിഷയമാണ്. അതിൽ നൂറ നല്ല അടിപൊളിയായിട്ട് ആക്ഷനിൽ തിരിച്ചു വന്നതുകൊണ്ടും തിരിച്ചല്ല നൂറ ആക്ഷനിൽ വന്നതുകൊണ്ടും ആദില കൂടെ ഉള്ളതുകൊണ്ടും ഡെഫിനറ്റ്ലി വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൽ ഇത് എന്തു വന്നാലും ചർച്ചാ വിഷയമായിരിക്കും. ഒരു ഹോട്ട് കണ്ടൻറ് ആവും. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. വീണ്ടും ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് റൂമേഡ് ഇതാണ്. നാളെ ലൈവ്, അതായത് ഓരോ ദിവസം നമുക്ക് ലൈവ് കാണാനുള്ള ഓരോ പ്രചോദനം അവർ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ചത്തു പോകുന്ന ലൈവ് കാണാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എനിക്കും താല്പര്യമില്ല. റിവ്യൂ ആസ് എ റിവ്യൂവർ ഇത് മാത്രമല്ല, നമ്മളൊരു സാധാ വ്യൂവർ ആണെങ്കിൽ കൂടി ഇതുപോലത്തെ ചത്ത് കിടക്കുന്ന ലൈവ് കാണാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇതുപോലെ ഓരോ ദിവസം ഓരോ സംഗതികൾ ഇട്ടിട്ട് നോക്കാം നമുക്ക്. ഇപ്രാവശ്യം മെസ്സേജ് വളരെ ക്ലിയറാണ്. 7ൻ്റെ പണിയാണ് കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതും ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു 7ാം പണിയുടെ അടുത്തൊരു അധ്യായമായിരിക്കാം. ഓരോ ദിവസങ്ങളിൽ ഇവിടെ ഇപ്രാവശ്യം വരുന്ന കണ്ടസ്റ്റൻസിന് വെച്ചിട്ടായിരിക്കും ബിഗ് ബോസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുൽസിതം കാണിച്ചിട്ട് അവരൊക്കെ സംഗതികൾ പുറത്തു വിട്ടിട്ട് ഒരു നോർമൽ കണ്ടീഷനിലായിരിക്കില്ല. ഇപ്രാവശ്യം നല്ല 8ൻ്റെ പണി എടുത്തിട്ട് നല്ല കണ്ടസ്റ്റൻസ് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് 8ൻ്റെ പണി വാങ്ങിയിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഹിൻഡ് തരുന്ന ഒരു സീസണാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. ഞാൻ വീണ്ടും പറയുന്നു, ജസ്റ്റ് റൂമറാണ്. എന്തെങ്കിലും സത്യാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് വരും. ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ അടുത്ത കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു സംഗതി എന്തായാലും, കാരണം ഇത് ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വീഡിയോസിന് വേണ്ടിയിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.